Hi friends, welcome to MJ Daddy's Taste of Malabar. Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5-8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് തോടിൽ നിന്ന് ഫ്ലഷ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ മുഴുവൻ ഫ്ലഷും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു 2 വലിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/2 കപ്പ് തേങ്ങ, ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ നേരത്തെ തന്നെ വേവിച്ചത് കൊണ്ട് അധിക സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.